നമസ്കാരം. ശരിയാണ്, CPIM ഇപ്പോൾ വളരെ ദുർബലമായ ഒരവസ്ഥയിലാണ്. തകർച്ച നേരിടുന്നു, അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ തകർച്ചയിൽ CPIM എന്ന പ്രസ്ഥാനം തന്നെ ചിലപ്പോൾ ഇല്ലാതായെന്നിരിക്കാം. അതല്ലെങ്കിൽ വല്ലാണ്ട് ക്ഷയിച്ചു പോയി ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ അവസ്ഥയായെന്നിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഘടനാപരമായി ഇപ്പോഴും കേരളത്തിൽ CPIM വളരെ ശക്തമാണ്. എന്നാൽ CPIMൻ്റെ ഈ ദുർബലാവസ്ഥ കണ്ടിട്ടാണ് CPI വളരെ ഒരു ശക്തി പ്രാപിച്ച് തങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ രക്ഷിതാക്കളെന്നും അതല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഹോൾസെയിൽ ദാതാക്കളാണ് എന്ന ഒരു ധാരണയൊക്കെ പരത്തിക്കൊണ്ട് CPIMൻ്റെ ഈ ദൗർബല്യത്തെ എങ്ങനെ തങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ തങ്ങൾ കൂടുതൽ ഈ വർത്തമാനകാല മാധ്യമ അന്തരീക്ഷമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ശക്തി പ്രാപിച്ച് മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു കുറുക്കുവഴി ശ്രമത്തിലാണ് ഇപ്പോൾ CPI ഏർപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ CPIMൻ്റെ ഈ ദുർബലമായ അവസ്ഥയിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് തന്നെ കിട്ടിയേ പറ്റൂ, ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചു നീങ്ങും എന്ന് പറഞ്ഞ് CPIMനെ വിരട്ടി, അതല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ ശിഥിലീകരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു CPIMൻ്റെ ഒരു വിമർശകരായി നിന്നുകൊണ്ട്, അതായത് CPI നേതൃത്വം മനസ്സിലാക്കുന്നു CPIMനെ വിമർശിക്കുന്നതാണ് ഇപ്പോൾ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നത് എന്നുള്ള പൊതുധാരണ സൃഷ്ടിക്കുമെന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ശരിയായ കമ്മ്യൂണിസ്റ്റ് തങ്ങളാണെന്ന് തുറന്നു കാണിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകളിൽ ഏർപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, CPIMൻ്റെ ഈ വള്ളത്തിൽ കയറിയാണ് കേരളത്തിൽ അല്പമെങ്കിലും ചെറിയ നെത്തോലിയും മറ്റ് കുഞ്ഞു കുഞ്ഞു മീനുകളെയും ഒക്കെ CPI പിടിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. ഈ കഴിഞ്ഞ 10 വർഷം CPIMൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മുമ്പിൽ യാതൊരു അക്ഷരവും മിണ്ടാതെ ഒരു നല്ല അച്ചടക്കമുള്ള കുട്ടിയെ പോലെ എല്ലാം പറയുന്നത് കേട്ടും കണ്ടും പറഞ്ഞതെല്ലാം അനുസരിച്ചും നിന്നിരുന്ന CPI ആണ് ഇപ്പോൾ ഈ രീതിയിൽ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു പക്ഷേ ഈ CPIMൻ്റെ ഈ അവസ്ഥയും കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരു പക്ഷേ വലിയൊരു ഓളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്ത ഒരു വലിയ പരിപാടി CPI ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതായത് ഇതുവരെ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് നടാടെ നടക്കുന്നൊരു സംഭവമായിരിക്കാം, ഒരു ഇന്ത്യൻ റെയിൽവേയുടെ ഒരു 18 കോച്ചുള്ള ഒരു തീവണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് സെപ്റ്റംബർ 1 ദില്ലിയിൽ പോയി CPI വൻ പ്രതിഷേധം നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അതായത് ചെറുതൊന്നുമല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് 9 ലക്ഷം രൂപ കൊടുത്ത് ഇന്ത്യൻ റെയിൽവേയിൽ ഈ തീവണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു പക്ഷേങ്കിൽ ഈ അല്പബുദ്ധികളായ നേതൃത്വത്തിൻ്റെയോ അതല്ലെങ്കിൽ അവരെ ഉപദേശിക്കുന്നവരുടെയോ ഒക്കെ ഒരു ചിന്തയിൽ നിന്നുണ്ടായതായിരിക്കാം. ഇങ്ങനെ ചില കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ചില സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകളിലൂടെയും ഒക്കെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ നിലവാരം കുറയുന്നുവെന്ന് കാണുമ്പോൾ, അതിന് മാർക്കറ്റിലും തിരിച്ചടി നേരിടുമെന്ന് കാണുമ്പോൾ ആ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിച്ച് വീണ്ടും ജനങ്ങളുടെ സ്വീകാര്യത ഉറപ്പുവരുത്തി വീണ്ടും അവരുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഉപഭോക്താക്കളുടെ സ്വീകാര്യത ഉറപ്പാക്കുന്നതിന് പകരം അതിന് കഴിയാതെ വരുമ്പോൾ ചില സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളിലേക്ക്, അതല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചില നറുക്കെടുപ്പ് പദ്ധതികൾ, അതേപോലെ ചില കൂട്ടയോട്ടം, ഇങ്ങനെയൊക്കെയുള്ള ചില നടപടികളിൽ ഏർപ്പെടുക എന്നുള്ളത് ഇപ്പോൾ പുത്തൻ ഈ കോർപ്പറേറ്റ് സംസ്കാരമാണ്. അത് ക്വാളിറ്റി ഇല്ലാതെ വരുമ്പോഴാണ്, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാതെ വരുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് മാർക്കറ്റിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതേ തന്ത്രമാണ് ഇപ്പോൾ ഈ CPI ഈ ട്രെയിൻ പ്രതിഷേധത്തിലൂടെ അല്ലെങ്കിൽ ഈ തീവണ്ടി വാടകയ്ക്കെടുത്തുള്ള പ്രതിഷേധത്തിലൂടെ സംഘടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷി പ്രസക്തമാകുന്നത് അത് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി ഓരോ വിഷയങ്ങളും എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസമാണെങ്കിൽ വിദ്യാഭ്യാസം,
അതല്ല പൊതു ആരോഗ്യ സംരക്ഷണമാണെങ്കിൽ അത്, എന്തെല്ലാം വിഷയങ്ങളാണ് കേരളത്തിൽ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നത്. കേരളത്തിൻ്റെ പാരിസ്ഥിതിക വിഷയങ്ങൾ, കുടിവെള്ള പ്രശ്നം, നിതാന്തമായി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ. കേരളത്തിൽ ഇന്ന് പട്ടിണി കൊണ്ടാരും മരിക്കുന്നില്ല, മറിച്ച് അമിത ഭക്ഷണം കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന ഒരു പക്ഷേ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമായിരിക്കാം. അങ്ങനെ അതേപോലെ തന്നെ ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകതയും, അതേപോലെ തന്നെ ഈ വൈകാരികമായ യാതൊരു വൈകാരിക ക്ഷമതയില്ലായ്മയും ഒക്കെ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് കേരളത്തിലുണ്ട്. ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും നോക്കാതെ തന്നെ ഈ ചില ഇത്തരത്തിലുള്ള ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നഷ്ടപ്പെട്ട സ്ഥാപനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന പോലുള്ള ഗിമ്മിക്കിലേക്ക് പോകുന്നത് പോലെയാണ് ഇപ്പോൾ ഒരു 18 ബോഗിയുള്ള ട്രെയിനിൽ ഈ CPI-ക്കാർ സെപ്റ്റംബർ 1-ന് ദില്ലിയിലെത്തി കേന്ദ്ര സർക്കാരിനെതിരെ പ്രകടനം നടത്താൻ പോകുന്നത്. അപ്പോൾ ഇതിലൂടെ എന്താണ് CPI ഉദ്ദേശിക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രകടനം നടത്തി അവരെ കൊണ്ട്, കേന്ദ്ര സർക്കാരിനെ കൊണ്ട് തങ്ങളുടെ നയങ്ങളിൽ മാറ്റം വരുത്താനാണോ? അതോ തങ്ങളിവിടെ ഉണ്ട്, ശ്രദ്ധിക്കൂ, ലോകമേ ശ്രദ്ധിക്കൂ, ഞങ്ങൾ CPI എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട. ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കമോ അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമമോ ജനങ്ങളുടെ ജീവിതത്തെ കുറേ കൂടെ മെച്ചപ്പെടുത്താനുള്ള ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമോ ഒന്നുമല്ല ഇത്. മറിച്ച് ഞങ്ങളിവിടെ ഉണ്ട്, CPI മഹാസംഭവം, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടി, ലോകശ്രദ്ധ നേടാൻ വേണ്ടി, മാധ്യമങ്ങളുടെ ശ്രദ്ധയിലൂടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമമാണ്. ഇത്തരം ശ്രമങ്ങളിലൂടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അധികം നാൾ നിലനിൽക്കാൻ പറ്റില്ല. ഈ രീതിയിൽ പോയാൽ ഒരു കാര്യം ഉറപ്പാണ്, CPM പെട്ടെന്ന് നശിക്കത്തില്ല. കാര്യം അതിൻ്റെ ഘടന ഇപ്പോഴും വളരെ ശക്തമാണ്, അതിന് സമ്പദ് വ്യവസ്ഥയുണ്ട്, അതേപോലെ വർഗ ബഹുജന സംഘടനകൾ വിവിധമാണ്, അത് ലക്ഷക്കണക്കിനാണ്. CPM-ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അപജയം എന്ന് പറയുന്നത് അതിൻ്റെ നേതൃത്വരാഹിത്യമാണ്. പക്ഷേ സംഘടനയുടെ ഘടനാ രീതി അല്ലെങ്കിൽ ആ ഘടന ഇപ്പോഴും വളരെ സുശക്തമാണ്. അത് ഏകദേശം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് CPM-ന്റെ തകർച്ച ഉണ്ടാകുമെന്നും ആ തകർച്ചയിലൂടെ തങ്ങൾക്ക് വളരാമെന്നും എന്നുള്ള ഒരു ഗൂഢതന്ത്രമാണ് CPI-ക്ക് എങ്കിൽ ഒരുപക്ഷെ അത് സാധ്യമാകാൻ പോകുന്നില്ല. ഇവിടെ CPM-ന്റെ പിൻബലമില്ലാതെ CPI-ക്ക് കേരളത്തിൽ ഒരു പ്രസക്തിയും ഉണ്ടാകില്ല എന്നുള്ളതാണ് CPI നേതൃത്വം മനസ്സിലാക്കേണ്ട എളിയ തത്വം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് CPI നേതാക്കളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ CPI-ക്ക് ഓരോ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ, ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ പറ്റുന്നത് പോകട്ടെ, എത്ര ശതമാനം വോട്ടെങ്കിലും കിട്ടും എന്നുള്ള ഒരു ആത്മവിചിന്തനം CPI നേതാക്കൾ നടത്തുന്നത് നന്നായിരിക്കും. ഇപ്പോൾ പോലും CPM-ന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുന്ന ഒട്ടേറെ മണ്ഡലങ്ങൾ, ഈ വളരെ അപകടം സംഭവിച്ചു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ പോലും ഒരു നല്ല നേതൃത്വമുണ്ടെങ്കിൽ, ഒരു നല്ല നേതാവ് ഉണ്ടായാൽ പോലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ ഈ ഒരു വസ്തുത CPI മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.